അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ആഭരണമായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഫിനാൻസിലേക്ക് പോയിട്ട് പണയം വെച്ചിട്ട് 1,50,000 രൂപ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അവിടെ പോണ സമയത്ത് ഫിനാൻസുകാർ പോലീസുകാരെ അറിയിക്കുന്നുണ്ട്. പോലീസുകാർ വന്നിട്ട് നമ്മുടെ ശ്രുതിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ പണയം വയ്ക്കാൻ കൊണ്ടുവന്നത് മുക്ക് പണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഇല്ല സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ പോലീസുകാരൻ പറയുന്നുണ്ട് പ്ലീസ് ഞങ്ങളോട് സഹകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് എന്തായാലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ദേവു അരുണിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അരുണിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് നമ്മളെ ഈ കല്യാണം നടക്കില്ല, സച്ചേട്ടന് ഇഷ്ടമില്ലെങ്കിൽ ഈ കല്യാണം ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അരുണിന് വിഷമം വന്നിട്ട് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ രണ്ടാളും സ്നേഹിച്ചതോ നമ്മൾ രണ്ടാളുടെ സ്നേഹമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ മറന്ന് കളയാൻ പറയുന്നുണ്ട് നമ്മുടെ ദേവുവിനോട്. അരുൺ പറയുന്നുണ്ട് മറന്ന് കളയുക അതെങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ പിടിച്ച കൈ ഇങ്ങനെ വിടുന്നുണ്ട് വിഷമം കൊണ്ട്. എന്തായാലും നമ്മുടെ ദേവു അത് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ സച്ചി ഒരു പെൺകുട്ടിക്കുള്ള നല്ല ഉടുപ്പൊക്കെ വാങ്ങിയിട്ട് ഒളിപ്പിച്ച് വന്നിട്ട് നമ്മുടെ ശ്രീകാന്തൻ്റെ വർഷയുടെയും കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും ജനിക്കാൻ പോണ കുട്ടി എന്തായാലും പെൺകുട്ടിയായിരിക്കും, ഞാൻ അതിന് കാത്തിരിക്കുകയാണ്, ആ നിമിഷം നമ്മുടെ വീട്ടിൽ വലിയ ആഘോഷമാക്കി മാറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. വർഷയാണെങ്കിലോ പ്രസവിക്കാൻ പേടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഉള്ളിലേക്ക് വിഷമിച്ചും കൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് പോയിട്ട് ഉള്ളിൽ പോയിട്ടിരുന്ന് ഒരുപാട് പൊട്ടിക്കരയുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.